ഹലോ, ഗുഡ് മോർണിംഗ്. ഒരു ടീനേജ് പിള്ളേരെ ഹാൻഡിൽ ചെയ്യുന്ന അമ്മമാർക്കുള്ളൊരു വീഡിയോ കേട്ടോ. അതായത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കുറേ പേരോട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കേൾക്കുന്നൊരു കാര്യമാണ്, ഇപ്പോഴത്തെ പിള്ളേരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും എന്തൊക്കെ ചെയ്തിട്ടൊരു സന്തോഷം കിട്ടുന്നില്ല, പിള്ളേർ നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് എത്തുന്നില്ല. ആക്ച്വലി ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, കാലം മാറി, നമ്മളവർക്ക് കൊടുക്കുന്ന ഫുഡ് സിസ്റ്റം മാറി. ഇപ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് പാരൻസ് മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോഴും എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് വരുമ്പോൾ നമ്മളുടെ പാരൻസിനെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിനെ വിളിക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ടീനേജ് പിള്ളേർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു ഫ്രണ്ടിനെ ആണെങ്കിൽ പോലും ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിലേക്ക് അവരെത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഗെയിം അഡിക്ഷൻ, ഇങ്ങനെയൊക്കെ പല പിള്ളേരെയും പാരൻസ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തും അല്ലാത്ത ആൾക്കാരുടെ അടുത്തും കൗൺസിലിങ്ങിനൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. ആക്ച്വലി അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ അത് നല്ലതാണ്. അല്ലാതെ വളരെ വെരി സ്റ്റാർട്ട് തന്നെ അവരെ കൂട്ടുകെട്ട് ശരിയല്ല, പഠിക്കുന്നില്ല, കോൺസെൻട്രേഷൻ ഇല്ല, ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പിള്ളേരെ കൊണ്ടുപോകുന്നത് വളരെ മോശം ചെയ്യുള്ളൂ. കാര്യം കൊച്ച് തന്നെ മനസ്സിലാക്കും അവനെന്തോ അല്ലെങ്കിൽ അവൾക്കെന്തോ പ്രശ്നമുണ്ടെന്നുള്ളത്. അങ്ങനെയൊന്നും ചെയ്യരുത്. കാര്യം നമ്മളാണ് അപ്ഡേറ്റഡ് ആവേണ്ടത്. പണ്ടത്തെ കാലത്ത് നമ്മൾ പാരൻസിൻ്റെ അടുത്തുനിന്ന് നമ്മളുടെ ജനറേഷനൊക്കെ കണ്ടുപഠിക്കേണ്ട കാര്യമായിരുന്നെങ്കിൽ, പക്ഷെ ഇന്ന് നമ്മളുടെ മക്കളെ കുറേ കൂടി നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മളേലും ബ്രെയിൻ കപ്പാസിറ്റി കൂടുതലുള്ള പിള്ളേരാണ്, നമ്മളേലും എല്ലാ കാര്യത്തിനെ പറ്റിയും അവർ അപ്ഡേറ്റഡ് ആണ്. സോഷ്യൽ മീഡിയ വഴി എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളോട് ചോദിക്കേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ല. കാര്യം ഗൂഗിളിലൂടെ അവർക്കത് അറിയാൻ പറ്റും, അല്ലാതെ പല സോഴ്സസ് ഉണ്ട് അവർക്കത് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പിള്ളേരെല്ലാം വളരെ അഡ്വാൻസ്ഡ് ആണ്. അവരെ കേൾക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. എന്തുമായിക്കോട്ടെ, നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങളുണ്ടാവും, ടെൻഷൻസ് ഉണ്ടാവും, ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ടാവും, പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടാവും, എല്ലാം ഉണ്ടെങ്കിലും മക്കളെ കേൾക്കുക എന്നുള്ളതാണ് പാരൻ്റ് ആദ്യം ചെയ്യേണ്ട കാര്യം. എത്ര സമയമില്ല എന്ന് പറഞ്ഞാലും അവരെന്തൊരു കുഞ്ഞിക്കാര്യം പറഞ്ഞാലും വളരെ ആകാംക്ഷയോടെ, വളരെ ശ്രദ്ധയോടെ അത് എൻജോയ് ചെയ്യുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യണം. നമ്മളൊരു ആത്മാർത്ഥത അവർക്ക് ഫീൽ ചെയ്യണം. ഇപ്പം നമ്മൾ പറയില്ലേ, ദൈവം കൂടെ ഉള്ളത് എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുപോലെ നമ്മളുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ട്രസ്റ്റാണ്. ഈ ദൈവത്തെ നമ്മൾ കാണുന്നില്ലല്ലോ, പക്ഷേ നമ്മൾക്കൊരു വിശ്വാസമുണ്ട്, എൻ്റെ എല്ലാ ഇതിലും ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത്. അതുപോലൊരു ട്രസ്റ്റ് പിള്ളേർക്ക് വരണം. അങ്ങനെ വന്ന് കഴിയുന്ന പിള്ളേർ ഇത്രയും നമ്മൾ ജീവിക്കുന്നത് വളരെ വല്ലാത്തൊരു കാലഘട്ടത്തിലാണ്. കാര്യം ഇവർ വീട്ടിൽ സ്ട്രഗിൾസും, ഇപ്പോൾ എല്ലാവരും പറയും ഹോർമോൺ ചേഞ്ചാണ്, ടെൻഷനാണ്, അതാണ്. എല്ലാം ശരിയാണ്. ഈ ഹോർമോൺ ചേഞ്ച് പണ്ട് മുതലേ എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള കാര്യവുമാണ്. പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി പിള്ളേർക്ക് കുറച്ച് സമയം നമ്മളിഷ്ടപ്പെട്ട രീതിയിൽ തന്നെ അവർ നമ്മളോട് പെരുമാറണം എന്ന് വാശി പിടിക്കരുത്. ശരിക്കൊരു പോപ്കോൺ പൊട്ടിത്തെറിക്കുന്നത് പോലെയാണ് ഒരു 10 മുതൽ 18 വയസ്സ് വരെയുള്ള പിള്ളേർ. അതുകൊണ്ടല്ലേ നമ്മൾ 18 വയസ്സ് കഴിയുമ്പോൾ പിള്ളേർ മെച്ചുവേർഡായി എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു 18 വയസ്സ് വരെ അവരുടെ ഒരു ഹോർമോണൽ ചേഞ്ചിൻ്റെ ടൈമാണ്. അവർ സെക്കൻഡ് വെച്ച് അവർ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുകയും അടുത്ത നിമിഷം അവരൊരു 5 വയസ്സിൻ്റെ കൊച്ചിൻ്റെ മനസ്സോടെ ആയിരിക്കും അവർ ചിന്ത ചെയ്യുന്നതും ഫീൽ ചെയ്യുന്നതും. അപ്പം അവർ ഇപ്പോൾ ഒന്ന് റേസായാൽ തന്നെ നമ്മളൊന്ന് സൈലൻ്റ് ആകുക. അവരെ എതിർക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിന്ന് മത്സരിക്കാനോ നിന്ന് കഴിഞ്ഞാൽ പിള്ളേർ അപ്സെറ്റായി പോകും. ഡിപ്രഷനിലേക്ക് ഇപ്പം നമ്മൾ ഡിപ്രഷനാണെന്ന് പറയുന്ന ആ ഡിപ്രഷനൊന്നും അല്ല ഇന്നത്തെ ടീനേജ് പിള്ളേർ ഫേസ് ചെയ്യുന്നത്. ഒരു ഭയങ്കരമായിട്ട് ആ ഒരു സ്റ്റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് വരരുതെന്നുണ്ടെങ്കിൽ നമ്മൾ പാരൻസ് അപ്ഡേറ്റഡ് ആകുക. അവർക്ക് കുറച്ച് സമയം അവരെന്താണ് പറയുന്നതെങ്കിലും അത് നല്ല ആത്മാർത്ഥതയോടെ കേൾക്കുക, എൻജോയ് ചെയ്ത് കേൾക്കുക. ആ ഒരു സമയം പാരൻസും പിള്ളേരും തമ്മിൽ വേണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്.